ഞാൻ പഠിച്ച തൊഴിലിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോ പല ഘടകങ്ങളും, അതിൻ്റെ കുറേ സാങ്കേതിക വശങ്ങളും, അതിൻ്റെ കൂടെ വരുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അതിൽ വരുന്ന സൗന്ദര്യങ്ങളെ കുറിച്ചും. സൗന്ദര്യം മസ്റ്റാണ്. ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗന്ദര്യം എന്ന് പറയുന്ന നൃത്തത്തിന് വലിയൊരു ഘടകമാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഒരു പയ്യൻ അല്ല ഒരു പുരുഷൻ മോഹിനിയാട്ടം കളിക്കുന്നതിനോട് താല്പര്യം എനിക്കില്ല. ഞാൻ പഠിപ്പിക്കുന്നുമില്ല ആൺപിള്ളേരെ. മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സോദരൻ ഞാൻ ആൺപിള്ളേരെ പഠിപ്പിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേ ഞാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളെടുത്ത് ഞാൻ പറഞ്ഞു, മോഹിനിയാട്ടത്തിനെ കുറിച്ച് അതിൻ്റെ സൗന്ദര്യവും അതുപോലെ നിറം നിർബന്ധമാണ്. നിറമില്ലാത്ത ഒരു കുട്ടീനെ ഞങ്ങൾ വെളുപ്പിച്ചെടുക്കാറുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഇച്ചിരി കറുപ്പുള്ളൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ നല്ലപോലെ അതിനെ വെളുപ്പിച്ചെടുക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പോഴത്തെ മേക്കപ്പിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് സംസാരിച്ചു. പിന്നെ ചില മോഹിനിയാട്ടക്കാർ നമ്മുടെ കേരളത്തിൽ കുറേ ആൺപിള്ളേർ മോഹിനിയാട്ടം കളിക്കുന്നുണ്ട്. അതിനകത്ത് ചിലത് കൊള്ളൂല എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് എന്താ പറഞ്ഞൂടെ? ഞാനൊരു കവലയിലോ ഒരു വേറെ ഏതെങ്കിലും സദസ്സിൽ ചെന്ന് വല്ലയിടത്തൊന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ഒരു വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. ഒരു വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സൗന്ദര്യം ഇല്ലയെന്നോ ആ വ്യക്തി കളിക്കുന്നത് കൊള്ളൂല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേര് സഹിതം അവർ കൊണ്ടുവരണം. വെറുതെ ഞാൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പൊതുവെ നമ്മുടെ കേരളത്തിൽ ചാനലുകാർക്കും പൊതുവെ കലാകാരന്മാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു നൃത്താധ്യാപകന്റെ പേര് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ടീച്ചർ പറഞ്ഞത് അയാളെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ എന്താണ് സ്ഥാപിക്കണം തന്നെ. ഞാൻ അങ്ങനെ വല്ല പേരും പറഞ്ഞു അവിടെ? ഞാൻ ഒരു പേരും ആരുടെ പേരും പറഞ്ഞിട്ടുമില്ല. ചാലക്കുടിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാൾ മാത്രമേ ഉള്ളൂ നൃത്തം ചെയ്യാൻ? ഇപ്പൊ കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമാ നടനായിരുന്നു. വേറൊരു കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അവിടെ ഇല്ലായിരുന്നു. അതുപോലെയാണ് ഇയാളുടെ പേര്. ഇയാൾ മാത്രമേ ഉള്ളൂ അവിടെ നൃത്തം. പ്രത്യേകിച്ച് നമ്മുടെ RLV കോളേജ് തൃപ്പൂണിത്തറയില് ഏറ്റവും അധികം ആൺപിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണത്. അതിൻ്റെ താഴെയുള്ളൂ. കലാമണ്ഡലത്തിൽ ഡാൻസ് ഒന്നും ആൺകുട്ടികൾക്കില്ല. നമ്മുടെ മ്യൂസിക് കോളേജിൽ ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തൈക്കാട് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെയും കുറവാണ്. ഒരു സമയത്ത് ഡാൻസിനൊന്നും ആൺപിള്ളേർ പണ്ടത്തെ കാലത്തുണ്ടോ, അതായത് എനിക്ക് തോന്നുന്നു കേരള നടനത്തിനാണ് അവിടെ ആൺപിള്ളേരുണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് ഭരതനാട്യം മോഹിനിയാട്ടം അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ RLV സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പയ്യന്മാർ ഇഷ്ടം പോലെ ചാലക്കുടി, തൃശ്ശൂര്, ആലുവ, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ ആ ഭാഗങ്ങളിലെല്ലാം ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട്. അല്ലാതെ ഇവരും എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേര് അങ്ങ് എടുത്ത് പറഞ്ഞിട്ട് ഈ പറയുന്നൊക്കെ എന്തുദ്ദേശത്തിലാ? ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചു തരാം. എവിടെയെങ്കിലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. SC/ST എന്നുള്ള ഒരു വാക്ക് അതിനകത്തില്ല. എന്തിനാ അതെന്താ? SC/ST-കാർക്ക് നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? പിന്നെ കറുപ്പിന് അഴക്, 7 അഴക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സിനിമാ പാട്ട് വരെ ഉണ്ടല്ലോ, കറുപ്പിന് അഴക് 7 അഴക് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ശരി, അതൊക്കെ ഓക്കെ. പക്ഷെ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് ഒരു സൗന്ദര്യം നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ചെറിയ ആൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 10, 35 വയസ്സ് 40 വയസ്സ് റേഞ്ചുള്ളവരൊക്കെ മോഹിനിയാട്ടം കളിക്കുമ്പോൾ സാമാന്യം കുറച്ച് സൗന്ദര്യമൊക്കെ വേണം. പിന്നെ കളിക്കുന്നതിന് ഒരു മെയ്വഴക്കം, ഇതൊക്കെ ശരിക്കും പെൺകുട്ടികൾ കളിക്കുന്ന അത്ര ആൺകുട്ടികൾ കിട്ടാൻ വഴിയില്ല എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു. മറ്റുള്ള നൃത്താധ്യാപകർ പറഞ്ഞില്ലെങ്കിൽ വേണ്ട. അവർക്കൊക്കെ പല പുരുഷന്മാർ കളിക്കുന്നതിന് താല്പര്യം, ഇഷ്ടമുണ്ടെങ്കിൽ അവർ കണ്ടോണ്ടിരുന്നോട്ടെ. എൻ്റെ അഭിപ്രായമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതെന്താ ഇവിടുത്തെ ന്യായമാണത്? കേസ് വന്നോട്ടെ. കേസ് ഒരു വിരോധമില്ല. കേസൊക്കെ വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്തോളാം. അന്നൊരു വിഷയമല്ല. ഞാൻ ചോദിക്കട്ടെ, കാക്ക എന്താ നിസാര പക്ഷിയാണോ? എന്താ അങ്ങനെ പറയണ? എല്ലാവരും കാക്ക എന്ന് പറയണം. ഒരു ബലിയിടണമെങ്കിൽ കാക്ക വേണോ? ബലിയിട്ടിട്ട് കൈ കൊട്ടിയാലല്ലേ കാക്ക വരുള്ളൂ എന്നല്ല ഐതിഹ്യം നമ്മൾ ഹിന്ദുക്കൾ ചെയ്യുന്നേ. അപ്പൊ ആ കാക്കയ്ക്ക് എന്താ നിസാരമായിട്ട് കാണുന്നേ? അല്ലെങ്കിൽ കറുപ്പ് നിറത്തിന് എന്തിനാ ഇത് കാണുന്നേ? എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, കറുത്ത നിറമുള്ള തീരെ കറുപ്പ് നിറവും മെയ്വഴക്കില്ലാത്തവരും
അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്തവരൊന്നും മോഹിനിയാട്ടം കളിക്കരുത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ. സ്ത്രീകൾ ഇപ്പൊ ഇതിന്റെ ഓരോ നമ്മുടെ ചെയ്യുമ്പോഴാണെങ്കിൽ കാല് വെക്കുന്നതിന് ഒരു ചിട്ടയുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ടീച്ചർ സെഗ്മെന്റിൽ പറഞ്ഞു അത് പുരുഷന്മാര് സ്വാഭാവികമായിട്ട് അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നു. ഇതെല്ലാമാണ് ഈ വിവാദമാണ്. അപ്പം ഈ പഠിക്കുന്ന ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവർക്ക് ഈ കല അന്യം നിന്ന് പോകുന്നു. അതൊന്നുമില്ല, അന്യം നിന്ന് പോകാനായിട്ട്. ഏത് കുട്ടികൾ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്നും ഒട്ടുമില്ല. ആൺപിള്ളേർ കളിക്കുന്നത് വളരെ വിരലിൽ എണ്ണാവുന്ന ചിലരേ ഉള്ളൂ. പിന്നെയും വടക്കോട്ട് കുറെ ആൺപിള്ളേർ ഇതൊരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കളിക്കുക എന്നല്ലാണ്ട് അവർക്ക് വേദിയൊന്നുമില്ല. മനസ്സിലായ? അങ്ങനെ കളിച്ചിട്ട് സായുജ്യം അണയണവരേ ഉള്ളൂ. ക്ഷേത്രങ്ങളിൽ കളിക്കണമെങ്കിൽ തന്നെയും പല ക്ഷേത്രങ്ങളിൽ കളിക്കണമെങ്കിലും നമ്മൾ പൈസ അങ്ങോട്ട് അടയ്ക്കണം. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൈസ അങ്ങോട്ട് അടച്ചാലേ നമുക്ക് വേദി തരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എവിടെ വേദി? അപ്പൊ കുറെ പേര് പുറകോട്ട് പോണവരുണ്ട്. എന്നാലും ഉള്ളത് കിട്ടിയിട്ട് ചെറിയ രീതിയിൽ ജീവിക്കുന്ന നൃത്താധ്യാപകരുണ്ട്. പിന്നെ സ്ത്രീകളും അതേപോലെ തന്നെയാണ്. വടക്കോട്ടൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മളെ നിശാഗന്ധി ഫെസ്റ്റ്, ഒരുപാട് ഫെസ്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ പോലുള്ളവർക്കൊന്നും സാധാരണക്കാർക്കൊന്നും ഇവിടെ പരിപാടിയൊന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാവരും വെളിനാടുകളിൽ നിന്നും ഡൽഹിയിൽ നിന്നും മദ്രാസിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നൃത്താധ്യാപകരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ വേദികളെല്ലാം നിറയ്ക്കുന്നത്. അല്ലാതെ നമുക്കൊന്നുമില്ല. പിന്നെ കറുപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ കാലകത്തി വെച്ച് ആ കാലകത്തിയാ കളിക്കുന്നേ മോഹിനിയാട്ടം. അപ്പൊ എനിക്കൊരു ഇതില് കാലകത്തി വെച്ചിട്ട് കളിക്കുന്ന ഒരു മോഹിനിയാട്ടം സത്യമായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇതെന്തൊരു പാട് അബദ്ധമൊന്നും അല്ലെന്നത്. അതെന്തിനാ പിന്നെ അങ്ങനെ പറയുന്നേ? ഇത് അബദ്ധമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് കാക്കേര നിറം എന്ന് പറയുമ്പോഴേ ഇത്തിരി സൗന്ദര്യമുള്ളവരെ കളിക്കാവൂന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.